ഉണ്ണിയമ്മേ, കുമ്പടി വന്നു. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. സംവിധായകൻ ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്ത് സൈബർ പോലീസ്. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. നടിയുടെ ലൈംഗിക ആരോപണം സംപ്രേഷണം ചെയ്ത ചാനലുകൾക്കെതിരെയാണ് അന്വേഷണം. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് IT ആക്ട് പ്രകാരമാണ് കേസ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ബാലേന്ദ്ര മേനോനെതിരെ കഴിഞ്ഞ ദിവസം നടിയുടെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ പല ചാനലുകളും അവരുടെ ഇന്റർവ്യൂ നൽകിയിരുന്നു. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ആ ഇന്റർവ്യൂവിലടക്കം വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള കണ്ടന്റുകളാണ് അതിലുണ്ടായിരുന്നത്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ പരാതി. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. പോക്കാണ് മോനെ. അറിയാമേ പറഞ്ഞല്ലേ പോകാം. ഇത് ഗൂഢാലോചന ലക്ഷ്യമിട്ടാണെന്നും കൂടാതെ പണം തട്ടാനുള്ള നടപടികളുടെ തുടർച്ച എന്നുള്ള രീതിയിലുമാണ് അന്ന് നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊച്ചി സിറ്റി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇന്നലെ ബാലേന്ദ്ര മേനോൻ മറ്റൊരു പരാതി കൂടി നൽകിയിരുന്നു. കാരണം ഈ ആരോപണങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഭീഷണിപ്പെടുത്താൻ, കാരണം ഇത്തരം ആരോപണങ്ങൾ വരും എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി നേരത്തെ തന്നെ തനിക്ക് വന്നിരുന്നു. കാരണം ഈ ആരോപണങ്ങൾ വരുന്നത് 14-ാം തീയതിയാണ് ഈ നടി ബാലേന്ദ്ര മേനോന്റെ ചിത്രം സ്റ്റോറി കമ്മിങ് സൂൺ എന്ന ഒരു ഹെഡ് ടാഗോട് കൂടി സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുന്നത്. അതിന് പോയില്ലെങ്കിൽ അറബി പോലീസ് നിന്നെ കുനിച്ച് നിർത്തി ഇടിച്ച് നിന്റെ ബോധം കളഞ്ഞോളൂ. പിന്നാലെ ഈ ലൈംഗിക ആരോപണം ഉയർത്തുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് സമൂഹ മാധ്യമങ്ങളിലെ പല യൂട്യൂബ് ചാനലുകളും ഇവരുടെ ഇന്റർവ്യൂ എടുക്കുന്നു. അതിലെല്ലാം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. ധനമോഹികളായിട്ടുള്ള ഒരു കൂട്ടം വക്രബുദ്ധിക്കാരായ ആളുകൾ ഇതിന് പിന്നിൽ. അതിൽ നടിക്ക് പുറമെ നടിയുടെ അഭിഭാഷകനായിട്ടുള്ള സംഗീത് ലൂയിസ് എന്ന് പറയുന്ന ആളാണ് തന്നെ ഫോണിൽ വിളിക്കുന്നത്. അത് ഉറക്കം വരുന്നു. അടുത്ത ദിവസം 14-ാം തീയതി തനിക്കെതിരെയുള്ള പോസ്റ്റ് ഈ നടിയുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നപ്പോൾ സ്വാഭാവികമായും അതിനൊരു ടൈം ലൈൻ കണക്കാക്കുമ്പോൾ അതൊരു ഭീഷണിയുടെ ഭാഗമായിട്ടുള്ളതാണെന്നാണ് ബാലേന്ദ്ര മേനോൻ സൂചിപ്പിക്കുന്നത്. ഇതും ായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ പരാതി ഇപ്പോൾ DGPയുടെ കയ്യിലാണ്. DGP ഉടൻ തന്നെ അതിലൊരു തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.